ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗൗരിക്കുട്ടിയെ വീട്ടിലേക്ക് വിളിക്കുന്ന കാര്യവും പറഞ്ഞുകൊണ്ട് മകൻ അമ്മയ്ക്കരികിലേക്ക് ചെന്നു. അത് നന്ദൂട്ടൻ. അപ്പോൾ അത് പറ്റത്തില്ല എന്ന് പിങ്കി തറപ്പിച്ചു പറഞ്ഞു. എങ്കിൽ പിന്നെ നമുക്ക് അങ്ങോട്ട് പോയാൽ അവളെ കാണാനെന്ന് നന്ദൂട്ടൻ ചോദിച്ചപ്പം അതും പറ്റില്ല എന്ന് പിങ്കി പറഞ്ഞു. അമ്മയ്ക്ക് എന്താ ഇത്രയ്ക്ക് വാശി എന്ന് നന്ദൂട്ടൻ ചോദിക്കുമ്പം വാശിയാണ് നന്ദൂട്ട, നിങ്ങൾ സ്കൂളിൽ വെച്ച് തമ്മിൽ കാണുന്നവരല്ലേ, അത് മതിയെന്ന് പിങ്കി ഇങ്ങനെ പറയൂ കേട്ടോ. പിന്നെ അധികമായാലേ അമൃതും വിഷമാണെന്നാ പറയാറെന്നൊക്കെ പറഞ്ഞങ്ങനെ പിങ്കി പറഞ്ഞു. അങ്ങനെയാ പഴമക്കാർ പറയുന്നത്, അറിയാമോ? അവര് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ, എനിക്കല്ലേ ഇവിടെ ഇന്ന് ബോറടിക്കുന്നതെന്ന് നന്ദൂട്ടൻ പറഞ്ഞു. ബോറടി മാറ്റാൻ എന്തെല്ലാം വഴികളാണ് ഉള്ളത്? ബുക്സ് വായിക്കാം, പെയിൻറ്റിങ് ചെയ്യാം, അതുപോലെ എന്തെങ്കിലും ഇൻഡോർ ഔട്ട്ഡോർ ഗെയിംസ് കളിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ഗൗരിയുടെ കൂടെ വേണമെങ്കിൽ എനിക്ക് കളിക്കാമല്ലോ. കളിക്കാം, പക്ഷെ അത് സ്കൂളിൽ വെച്ച് മാത്രം മതി. എപ്പോഴും ആ കുട്ടി ഇങ്ങോട്ട് കൊണ്ടുവരുന്നതേ അതത്ര ശരിയായ കാര്യമല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നന്ദൂട്ടൻ്റെ കൂടെ പഠിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനെയും ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വരേണ്ടി വരത്തില്ലേ എന്ന് ചോദിച്ചു. എല്ലാവരെയും പോലെയാണോ ഗൗരി എന്ന് നന്ദൂട്ടൻ ചോദിച്ചു. അല്ലാതെ പിന്നെ എന്താ ഗൗരിക്ക് സ്പെഷ്യാലിറ്റി ഉള്ളത്? ഷീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് മൈ സിസ്റ്റർ. നോ, നന്ദുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മോൻ്റെ അമ്മയായിരുന്നല്ലോ. എന്നിട്ടെന്താ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇനിയും അത് അങ്ങനെയൊക്കെ തന്നെ മതിയെന്ന് പറയുമ്പോൾ അമ്മേ ഗൗരി ഒന്ന് വിളിക്കാമോ എന്ന് ചോദിച്ചു. അപ്പം ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല, കുട്ടികളായാലേ ഇത്ര വാശിയൊന്നും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് പിങ്കി ഇങ്ങനെ നിൽക്കുമ്പം ഐ ഹേറ്റ് യു എന്നും പറഞ്ഞുകൊണ്ട് നന്ദു. അപ്പോൾ നന്ദു ഇത്രയ്ക്ക് അഹങ്കാരം പാടില്ല കേട്ടോ, അമ്മയോട് സോറി പറയാൻ പറഞ്ഞു പിങ്കി. സോറി പറഞ്ഞിട്ട് നീ ഇവിടുന്ന് പോയാൽ മതിയെന്ന് പറയുമ്പോൾ പറയില്ല എന്ന് തന്നെ കൊച്ചു പറഞ്ഞു. അമ്മ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് ഹോ എന്താ അമ്മയുടെ പവറ്, ഞാൻ ഇനി അമ്മയോട് മിണ്ടില്ല എന്ന് പറഞ്ഞു. എന്തായാലും നീ അമ്മയെ കുമ്മയെന്ന് വിളിച്ചുകൊണ്ട് വരും, അപ്പം ഞാൻ നിന്റെ ചെവി പൊന്നാക്കുമെന്ന് പറഞ്ഞിങ്ങനെ ചെവി പിടിക്കുമ്പോൾ കൈ തട്ടി തെറിപ്പിച്ചിട്ട് നന്ദു അവിടുന്ന് അങ്ങ് പോയി. നന്ദു അവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും വീണു. അപ്പോഴേക്കും ഒരു വീഴ്ച വീണു. പെട്ടെന്ന് പിങ്കി മോനെ നീ ഇത് എന്തേ കാണിച്ച്, നീ എന്നെ ചെയ്തേന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ കൊച്ചിനെ എടുത്തപ്പോൾ എൻ്റെ കാലിടിച്ചാൽ ഞാൻ വീണേന്ന് നന്ദു പറയുക. അപ്പോഴത്തേക്കും ഗൗതം ഓടി വന്നു. എന്തു പറ്റി എന്താന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ഓരോരുത്തർ ഓടി വന്നു. നോക്ക് പിന്നെ നന്ദു വീണു എന്ന് പറഞ്ഞു പിങ്കി. ഇത് ഈ കാല ചെന്നിടിച്ചേ. അപ്പോൾ എന്താ മോനെ ഇത് ശ്രദ്ധിക്കണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഗൗതം കൊച്ചിൻ്റെ കാലൊക്കെ തിരുമ്മി കൊടുത്തോണ്ടിരിക്കുക. ഇവിടെയാണോ എന്നൊക്കെ ചോദിച്ചു. മഹേശ്വരനൊക്കെ ആകെ ടെൻഷൻ ആവുക. അപ്പോൾ വേദനിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ഭേദമായിട്ട് വന്നതായിരുന്നു, വീണ്ടും ചതച്ച് വെച്ചിരിക്കുകയാണെന്നും ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഗൗതം എന്നൊക്കെ പിങ്കി ചോദിച്ചു. അപ്പോൾ അതെ, ഇനി വേറെ പരീക്ഷണങ്ങൾക്കൊന്നും പോവണ്ട, നന്ദ മോളെ വിളിച്ചാൽ മതിയെന്ന് നമ്മുടെ മഹേശ്വരൻ അങ്ങ് പറഞ്ഞു. അപ്പോഴത്തേക്കും പിങ്കി മിണ്ടാട്ടം മുട്ടിപ്പോയി. അവളല്ലേ മോനെ നോക്കിക്കൊണ്ടിരുന്നത്, നന്ദയ്ക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഇനിയിപ്പോൾ നമ്മൾ വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ അവരെല്ലാം ഒന്നേന്ന് തുടങ്ങുമെന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ മഹേശ്വരൻ പറഞ്ഞു. ഗൗതം നേരെ കൊച്ചിൻ്റെ കാലും തിരുമ്മി ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക. നന്ദുവിന് ശരിക്കും വേദനിക്കുന്നുണ്ട്. അപ്പോൾ ഗൗതം പറഞ്ഞു അത് ശരിയാന്ന്, എന്നാൽ പിന്നെ ഞാൻ നന്ദയെ വിളിക്കാമെന്ന് പിങ്കി പറയുമ്പം ഗൗരിയോട് വരാൻ പറയണേ അമ്മേ എന്ന് നന്ദൂട്ടൻ. മിണ്ടരുത് നീ, വെച്ചിട്ടുണ്ട് നിനക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പിങ്കി കൊച്ചിനോട് പറയാം. പപ്പ ശരിക്കും എൻ്റെ കാലിനൊരു വല്ലാത്ത വേദനയുണ്ടെന്ന് നന്ദൂട്ടൻ പറയുന്നു, എന്നെ ഒന്ന് കൊണ്ടേ കിടത്താമോ എന്ന് ചോദിക്കുമ്പം കിടത്താലോ എന്ന് പറയാം. അങ്ങനെ കൊച്ചിനെ എടുത്തുകൊണ്ട് ഇവരിങ്ങനെ പോയി. സമയത്ത് പിങ്കി അവിടെ നിന്ന് നന്ദയെ വിളിക്കുക. എന്നിട്ട് നന്ദൂട്ടൻ്റെ കാലിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ നന്ദ വരുമ്പോൾ ഗൗരിയും കൂട്ടണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ അത് അവൻ അടുത്ത വിഷമമാകുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ പിങ്കി നന്ദയോട് പറഞ്ഞു. അങ്ങനെ ഫോണും കട്ട് ചെയ്തു. പിങ്കി എന്നിട്ട് നേരെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെന്നു. ആ സമയത്ത് മോനെ കാലിന് വേദന കുറവുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. പിങ്കി അടുത്തിരുന്ന് കുഞ്ഞിൻ്റെ കാല് തടവി. അപ്പോൾ ലക്ഷ്മിയും തൊട്ടരികിൽ ഇരിപ്പുണ്ട്. മോളെ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ, നന്ദ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി പറയൂ കേട്ടോ. അപ്പോൾ വിളിച്ചിട്ടുണ്ടല്ലോ വരും, അപ്പോൾ ഡോക്ടർ ആൻറ്റി വരുമോ എന്ന് നന്ദൂട്ടൻ. അപ്പം വരും നന്ദൂട്ടാന്ന് പറഞ്ഞു പിങ്കി. അപ്പം തന്നെ നന്ദു എന്ന് പറഞ്ഞൊരു ശബ്ദം പുറകിൽ നിന്ന് കേട്ടു ഗൗരിയുടെ. ഗൗരി ഓടി ഇങ്ങോട്ടേക്ക് കയറി വന്ന് നന്ദുവിൻ്റെ അടുത്ത് നിൽക്കുക. ഈ സമയത്ത് ഗൗരി ഇതാ എടാ ചെറുക്കാൻ നീ വീണ്ടും വീണോടാ, നോക്കി നടക്കണ്ടേടാ എന്നൊക്കെ ഇങ്ങനെ ഗൗരിക്കുട്ടി ചോദിക്കാം. എനിക്ക് ദേഷ്യമായിരുന്നു, ദേഷ്യത്തിന് നടന്നപ്പോൾ വീണതാണെന്ന് നന്ദൂട്ടൻ പറഞ്ഞു. ദേഷ്യപ്പെടാനിപ്പോൾ എന്തത്ര കാര്യം, ഞാൻ എത്ര തവണ അമ്മയുടെ അടുത്ത് പറഞ്ഞെന്നറിയാമോ? സ്കൂൾ വെക്കേഷൻ അല്ലേ, ഗൗരിയെ കൂടി ഒന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമോ എന്ന്. അപ്പോൾ പിങ്കിയുടെ ഉള്ളിൽ കിടന്ന് പിടച്ചുകൊണ്ടിരിക്കുക. അമ്മ സമ്മതിക്കില്ല, അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടും അമ്മ സമ്മതിച്ചില്ല എന്നും നന്ദൂട്ടൻ പറയുന്നു. സ്കൂളിൽ വെച്ച് കാണുന്നില്ലേ, അത് മതിയെന്ന് അമ്മ പറഞ്ഞു എന്നുള്ള കാര്യം ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ അവിടെ ഇവിടെ അല്ലാണ്ടിരിക്കുക. അത് പിന്നെ വെറുതെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതി പറഞ്ഞതാണെന്ന് പിങ്കി പറയുമ്പം ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ എന്ന് ഗൗരി. നന്ദുവിന് എത്ര നാൾ വേണമെങ്കിലും അവിടെ വന്ന് നിൽക്കാമായിരുന്നല്ലോ അല്ല അമ്മ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഗൗരി നന്ദയോട് പറയുമ്പം നന്ദയ്ക്ക് ഒന്നും പറയാനില്ല. അവരിങ്ങനെ രണ്ടുപേരും മിണ്ടാട്ടം മുട്ട നിൽക്കുക. ഗൗരിക്ക് എത്ര നാൾ വേണമെങ്കിലും ഇവിടെ നിൽക്കാമല്ലോ, ഞാൻ വേണമെങ്കിലേ അമ്മയും കൂട്ടി ഇവിടെ നിൽക്കാം, വേണോ എന്ന് ചോദിച്ചു ഗൗരി. അപ്പോൾ വേണം, അപ്പം നമുക്കിവിടെ നിൽക്കാം അമ്മ, നമ്മളിപ്പോഴേ ഇവിടെ എന്തിനാ വന്നിരിക്കുന്നതെന്ന് നന്ദ ചോദിച്ചു. അപ്പം നന്ദു വീണതുകൊണ്ട് വന്നതല്ലേ? അതെ,
വീണ് കിടക്കുന്നത് കണ്ടാ പോരല്ലോ, അവനെ പരിശോധിക്കുകയൊക്കെ വേണ്ടേന്ന് നന്ദ അന്നേരം ചോദിച്ചു. അങ്ങനെ നമുക്ക് ആദ്യം അത് ചെയ്യാമെന്ന് പറഞ്ഞു നന്ദൂട്ടൻ്റെ അരികിൽ ഇന്ന് കാലൊക്കെ ഇങ്ങനെ പിടിച്ചു നോക്കി അങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുക. പുറത്താണ് മഹേശ്വരനും അതുപോലെ ഗൗതവും ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുക. ഒരു തരത്തിൽ ഭേദമായി വരുമായിരുന്നു, പിന്നെയും പോയി വീണിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗതം എടാ കുട്ടിയല്ലേ അവൻ എന്ന് പറയുമ്പോൾ പിന്നെ ടെൻഷൻ ഉണ്ടാകാതിരിക്കുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് പിങ്കി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. എന്തായി എന്ന് ചോദിച്ചു ഗൗതം പിങ്കിയെ കണ്ടപ്പോൾ. നന്ദ നോക്കുന്നുണ്ട്, വേറെ ആരെങ്കിലും തൊട്ടാ വേദന കൊണ്ട് പൊളയുന്നവനെ ദേ ഇപ്പം പൂച്ചക്കുട്ടിയെ പോലെ ശാന്തനായി അവിടെ കിടക്കുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് പിങ്കി. അതാ അത് വേറൊരു അത്ഭുതം എന്ന് പറയുന്നത്. നന്ദമോളുമായിട്ട് എന്തൊരു അടുപ്പവും ആത്മബന്ധവും അവനെന്നൊക്കെ ഇങ്ങനെ നേരത്തേക്ക് നമ്മുടെ മഹേശ്വരൻ പറഞ്ഞു കേട്ടോ. പിങ്കി അന്നേരം ഭയങ്കര ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ ഇരിക്കുന്നു. തൊട്ടടുത്ത നിമിഷം അങ്ങോട്ടേക്ക് ഇതേ ഒരു കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം. അപ്പോഴാണ് ആ പിങ്കി ചെന്ന് വാതിൽ തുറക്കുന്നതും ആ സിസ്റ്റർമാരെ കണ്ടതും. നമ്മുടെ നന്ദൂട്ടൻ ഉണ്ടായിരുന്ന ഓർഫണേജിൽ. അപ്പം ഇത് ഗൗതമഹേശ്വരൻ്റെ വീടല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതേന്ന് പറഞ്ഞു. ഞങ്ങൾ കമ്മീഷണറെ കാണാൻ ഓഫീസിൽ ചെന്നിരുന്നുവെന്നും അവിടെ ആളില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പം അത് ഞങ്ങളുടെ മോനൊന്ന് വീണു, അതുകൊണ്ട് ഗൗതം ഓഫീസിൽ പോയില്ല എന്ന് പറഞ്ഞു. അപ്പം നന്ദുവിൻ്റെ കാര്യമാണോ പറഞ്ഞത് വീണത് എന്ന് ചോദിച്ചപ്പോൾ അതെ, മോനെ സിസ്റ്ററിനെ ഇങ്ങനെ അറിയാം എന്ന് ചോദിക്കുമ്പം എല്ലാം പറയാം എന്ന് പറഞ്ഞു. കമ്മീഷണർ സാറ് അകത്തുണ്ട്, കയറി വരുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പിങ്കി അകത്തേക്ക് ഇവരെ ക്ഷണിക്കുന്നു. അവരകത്ത് ചെന്നിരിക്കുന്നു. അപ്പം അമ്മ അകത്തുണ്ട്, അച്ഛൻ ഇവിടെ ഇരിക്കുക കേട്ടോ. ഇതൊന്നും ഇവരറിയുന്നില്ലല്ലോ. പിങ്കി ചെന്ന് അവിടെ നിൽക്കുന്നു. ഇവര് ഗൗതത്തെ കാണാൻ വേണ്ടി വന്നതാണെന്ന് ഇങ്ങനെ പറയുമ്പം എന്താന്ന് ചോദിച്ചു. കമ്മീഷണറെ ഒരു ഉദ്ഘാടനത്തിന് വിളിക്കാൻ വന്നതാ, ഒപ്പം ഞങ്ങളുടെ ഏബലിന് ഈ ഒരു സമ്മാനം നൽകാനുമാണെന്ന് ഇങ്ങനെ പറയുന്ന സമയത്ത് ഏബലോ ആരുടെ കാര്യമാണ് സിസ്റ്റർ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പം നിങ്ങളുടെ നന്ദുമോൻ്റെ കാര്യം തന്നെയാണ് എന്നിങ്ങനെ പറയുമ്പോൾ അവരന്തം വിട്ടിങ്ങനെ നോക്കുക കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. അവൻ്റെ ആദ്യ പേര് ഏബലെന്നായിരുന്നു. ഞാനാ അവനാ പേരിട്ടത്, എൻ്റെ കയ്യിലേക്കാണല്ലോ ആദ്യം അവനെ കിട്ടിയത് എന്നൊക്കെ ആ സിസ്റ്റർ ഇങ്ങനെ പറയുക കേട്ടോ. അവർക്ക് ഭയങ്കര സന്തോഷമായി അന്നേരം. ഞാനവിടെ ഇല്ലായിരുന്നു കുറേ വർഷം ഭോപ്പാലിലായിരുന്നു. മടങ്ങി വന്നപ്പോൾ ആദ്യം അന്വേഷിച്ചത് ഏബലിനെ കുറിച്ചായിരുന്നു എന്നുള്ള കാര്യമൊക്കെ ആ സിസ്റ്റർ ഇങ്ങനെ പറയണു. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര അവനെ നിങ്ങൾ അഡോപ്റ്റ് ചെയ്ത കാര്യവും നന്ദുമോൻ എന്നുള്ള പേരിട്ട് വളർത്തുന്ന കാര്യമൊക്കെ ഞാൻ മനസ്സിലാക്കിയിരുന്നു എന്ന് ഈ സിസ്റ്റർ പറയാം. അപ്പോൾ താങ്ക് യു സിസ്റ്റർ. എത്ര നന്ദി പറഞ്ഞാലാ മതിയാവുക എന്ന് അറിയില്ല. ഞങ്ങൾക്ക് കിട്ടിയത് സിസ്റ്റർ കാരണമല്ലേ എന്ന് ചോദിച്ചപ്പം അതെ, ആരും കൊതിക്കുന്ന ഒരു ഓമന കുഞ്ഞായിരുന്നു അവനെന്നും, പക്ഷേ അതിനെ കൊതി തീരെ ലാളിക്കാൻ എനിക്ക് പറ്റിയില്ല എന്നും ഈ സിസ്റ്റർ പറയുമ്പം അതിനൊക്കെ കൂട്ടിച്ചേർത്തേ ഇവര് രണ്ടുപേരും കൂടെ ചേർന്ന് ഇപ്പോൾ നന്ദുവിനെ ലാളിച്ച് വഷളാക്കിയിരിക്കുകയാണെന്ന് മഹേശ്വരൻ പറഞ്ഞു. ഇവിടെ അച്ഛനും മോനും ഒന്നുമല്ല, ആനകളെയും പുലികളിയും ഒക്കെ ഉണ്ട് രണ്ടുപേർക്കും കൂടെ എന്നൊക്കെ പറഞ്ഞു മഹേശ്വരനെ കുറിച്ച് നമ്മുടെ ഗൗതവും പറഞ്ഞു. ഈ സമയം ഈശോ മിശിഹായ്ക്ക് സ്തുതി, എൻ്റെ കുഞ്ഞിന് ഇതുപോലൊരു സ്ഥലം കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സിസ്റ്റർ പറയുക കേട്ടോ. പിങ്കിക്കും അതൊക്കെ കേട്ട് ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുക. സ്നേഹമുള്ള മനുഷ്യരും കൂട്ടിനുണ്ടല്ലോ അവന്, ജീവിക്കാൻ ഇതിനപ്പുറം എന്താ വേണ്ടതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. നിങ്ങൾക്കെല്ലാം ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ ആ സിസ്റ്ററമ്മ. അപ്പോൾ അയ്യോ ഞങ്ങൾ സിസ്റ്റേഴ്സിനോടല്ലേ നന്ദി പറയേണ്ടത് ശരിക്കും എന്ന് ചോദിക്കുമ്പോൾ അല്ല സിസ്റ്റേഴ്സ് വന്ന കാര്യം പറഞ്ഞില്ല, എന്താ അത് ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് സിസ്റ്റർ ഇങ്ങനെ പറയുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് ഗൗതത്തിനോട് പറയുക. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം തീർച്ചയായിട്ടും ഞാൻ വരാമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരും പങ്കെടുക്കും എന്ന് ഗൗതം ഇങ്ങനെ പറഞ്ഞു. പിന്നെ സിസ്റ്റേഴ്സ് ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അത് ചെയ്തു തരാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ലല്ലോ. അപ്പം മറ്റൊരു കാര്യം കൂടിയുണ്ട്, മോനെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അവനൊരു സമ്മാനം കൊടുക്കണമെന്ന് ഇങ്ങനെ പറയുമ്പോൾ അതിനിപ്പോൾ എന്താ, തീർച്ചയായും കാണാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ കുഞ്ഞിനെ കാണാനായിട്ട് പോകുന്ന ഈ ഒരു ടൈമിൽ അവിടെ നമ്മുടെ നന്ദ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ആയിട്ടും മോൻ്റെ കാല് ശരിയാവുന്നില്ലല്ലോ, അതെന്താ അങ്ങനെയെന്ന് ലക്ഷ്മി ചോദിച്ചു. ഇത് ജന്മന ഉള്ള തകരാറ് വല്ലതും ആണോ എന്ന് എൻ്റെ തകരാറെന്ന് പറഞ്ഞപ്പം ഇത് ജന്മനുള്ള കുഴപ്പമൊന്നും അല്ലമ്മേ, ചെറുപ്പത്തിൽ ശക്തമായിട്ട് എന്തോ ഒരു ക്ഷതം ഏറ്റിട്ടുണ്ടെന്നുള്ള കാര്യം നന്ദ ഇങ്ങനെ പറയുക. അതിൻ്റെ ഫലമായിട്ട് കാലിൻ്റെ മസിലിനും വെയിലിനും ഒക്കെ ഒരു ബലക്കുറവ് സംഭവിച്ചതാണെന്ന കാര്യം നന്ദ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചാലും നന്നായി ചികിത്സിച്ചാലും നമുക്ക് സുഖപ്പെടുത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് വരാമോ അകത്തേക്ക് എന്നും ചോദിച്ചുകൊണ്ടിങ്ങനെ സിസ്റ്റർമാർ ചോദിച്ചു. അപ്പോഴത്തേക്കും വരുമെന്നും പറഞ്ഞ് ഇവരകത്തേക്ക് വിളിച്ചു. പിന്നെ നമ്മുടെ കുഞ്ഞിനെ കൈ കിട്ടിയതെല്ലാം നന്ദൂട്ടനെ കണ്ടു കഴിഞ്ഞപ്പോൾ സിസ്റ്റർ അവിടെ നിന്ന് ആലോചിക്കുക. ആ സമയത്ത് ഇവർ
എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ലക്ഷ്മി ഇങ്ങനെ മഹേഷിനോട് ചോദിച്ചു. ഇത് ആരാന്ന് മനസ്സിലായില്ലേ തനിക്ക്? നമ്മുടെ നന്ദുമോനെ ആദ്യം കിട്ടിയതേ നീ സിസ്റ്ററുടെ കയ്യിലേക്കാണെന്ന് അങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും ലക്ഷ്മി അയ്യോ അതെയോ എന്നൊക്കെ ചോദിച്ചു ഭയങ്കര സ്നേഹത്തോടെ കൈയൊക്കെ ഇങ്ങനെ കൂപ്പി നിൽക്കുന്നു. അന്ന് ഇവൻ്റെ കാലിന് കാര്യമായൊരു പരുക്കുണ്ടായിരുന്നു, വീണതിൻ്റെ ചതവായിരുന്നു. പക്ഷെ കൈക്കുഞ്ഞല്ലേ, അന്നേരം ഉണ്ടാകുന്ന ആക്സിഡൻറ്റ് ഇമ്പാക്റ്റ് ജീവിതകാലം മുഴുവനും നിലനിൽക്കുമല്ലോ എന്നൊക്കെ ഇങ്ങനെ സിസ്റ്ററമ്മ അവിടെ നിന്ന് പറയുക. ഇതും കൂടെ ബാക്കിയും കൂടെ പറഞ്ഞായിരുന്നെങ്കിൽ ഇപ്പം തന്നെ കാര്യത്തിന് തീരുമാനം ആയേനെ. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ നമ്മുടെ സിസ്റ്റർ ഇങ്ങനെ അടുത്ത് ചെന്നിരുന്നു. പറയടം എടുക്കാൻ എന്തൊക്കെയുണ്ട് വിശേഷമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞത് സിസ്റ്റർ ചോദിച്ചു കേട്ടില്ലെന്ന് ഗൗരി. അപ്പോൾ വിശേഷമൊന്നും ഇല്ലയെന്ന് നന്ദൂട്ടൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പം മോളും ഇടിക്കുകയാണല്ലോ ഇന്ന് ഗൗരിയെ കണ്ട് നമ്മുടെ സിസ്റ്റർ പറഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവരും വലിയ സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അതിനുശേഷം വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ സിസ്റ്റർ അമ്മ ഇങ്ങനെ ഇരുന്ന് നന്ദൂട്ടനോട് ചോദിക്കുന്നു. അതുപോലെ നന്ദൂട്ടൻ തിരിച്ചു പറയുന്നു. ചിരിയും കളിയും ഒക്കെ ആയിട്ട് അവരെല്ലാവരും ഇങ്ങനെ ഇരിക്കുക. എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി കേട്ടോ. അപ്പോൾ നന്ദൂട്ടൻ്റെ ആ ഒരു ഇത്, അപ്പോൾ ഞങ്ങളെ മോനൊരു ഗിഫ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ അന്നേരം പറഞ്ഞു. ഇതാ ഇത് പിടിക്കുക എന്ന് പറഞ്ഞ് കുഞ്ഞിൻ്റെ കയ്യിലേക്ക് അത് കൊടുത്തു. അപ്പോൾ അന്നേരം തന്നെ നന്ദൂട്ടൻ അത് വാങ്ങിച്ചു. എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ എന്നിങ്ങനെ സിസ്റ്റമ്മ പറയാം. അപ്പോൾ ഡോക്ടർ ആൻറ്റി ഇതൊന്ന് പൊട്ടിച്ച് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ പൊട്ടിച്ച് കൊടുക്കാനായിട്ട് നമ്മുടെ നന്ദ തുടങ്ങുന്നു. അപ്പോൾ വന്നല്ലോ, ഇവിടം വരെ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവർ പറയാം. അപ്പോൾ എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിങ്ങനെ ഇറങ്ങാമെന്നും അവർ യാത്ര പറയുമ്പോൾ നമുക്ക് മീറ്റിങ്ങിന് കാണാമെന്നും പറഞ്ഞുകൊണ്ട് ഗൗതം അങ്ങനെ അവർ യാത്ര പറഞ്ഞ് ഇറങ്ങി. അവരിറങ്ങി കഴിഞ്ഞപ്പോൾ എന്താ ആൻറ്റി ഈ ഗിഫ്റ്റിൽ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ നന്ദ ഇതിങ്ങനെ എടുത്ത് നോക്കുന്നു. നന്ദ ഇതിങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ നമ്മുടെ നന്ദൂട്ടൻ്റെ കുഞ്ഞിലത്തെ ഫോട്ടോ ഇത് കണ്ട് നന്ദ നടുങ്ങിപ്പോയി. നന്ദ നടുങ്ങിയെന്ന് പറഞ്ഞാൽ പോരാ, ഒരൊന്നൊന്നര നടുക്കമായിപ്പോയി. ഈ സമയത്ത് നന്ദയുടെ കയ്യിൽ നിന്ന് പോയി എല്ലാം കൂടി. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദ ഇങ്ങനെ ഞെട്ടലോടെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ നന്ദയുടെ ഈ ഒരു നടുക്കം കണ്ട്. അപ്പോൾ എന്താ നന്ദാന്ന് ചോദിച്ചുകൊണ്ട് പിങ്കി അത് മേടിച്ചു. ആ സമയത്ത് നമ്മുടെ കുഞ്ഞിൻ്റെ ഫോട്ടോ അത് പിങ്കി കണ്ട് ഞെട്ടി. അപ്പോഴത്തേക്കും നന്ദ ഇറങ്ങി ഒറ്റ ഓട്ടം. അപ്പോഴത്തേക്ക് നന്ദ ഇറങ്ങി ഓടിയപ്പം അവർ എന്താ നന്ദ ഇറങ്ങി ഓടിയത് എന്തിനാ, എന്താ ഞാൻ ചോദിച്ചിട്ട് മോളൊന്നും പറഞ്ഞില്ല എന്താന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദ ഓടി ചെന്നിട്ട് മദറിനെ പിടിച്ച് നിർത്തി. അവിടെ മദറിനോട് ചോദിച്ചു, മദർ ആ തന്ന ഫോട്ടോ ഫ്രെയിമിൽ കണ്ട കുട്ടി അത് ആരെന്ന് ചോദിച്ചു. അപ്പം അതെന്തൊരു ചോദ്യമാണ്, അത് നന്ദുമോൻ്റെ ചിത്രമല്ലേ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോഴേക്കും അവരെല്ലാവരും ഓടി ഇറങ്ങി വന്നു, ഗൗതമൊക്കെ മഹേശ്വരനും ഒക്കെ. ആ സമയത്ത് അതല്ല ഒരു ചെറിയ കുട്ടിയുടെ ഫോട്ടോ അതേതാ കുട്ടി എന്നിങ്ങനെ ചോദിച്ചു നമ്മുടെ നന്ദ. മദറിന് എങ്ങനെ ആ കുട്ടിയെ പരിചയം എന്ന് ചോദിക്കുമ്പോൾ അതൊരു ഫൂളിഷ് ക്വസ്റ്റ്യനാണ്. നന്ദുവിൻ്റെ ചെറുപ്പത്തിലെ ഫോട്ടോയാ അതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നന്ദ നടുങ്ങി. പിന്നെ ഇവരെല്ലാവരും ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ. ഭയങ്കര ക്യൂരിയോസിറ്റി നിറഞ്ഞൊരു നിമിഷം. എല്ലാവരും ഓടി വന്നു. അങ്ങനെയാണ് അവരത് തിരിച്ചറിയുന്നത് നമ്മുടെ നന്ദൂട്ടനാണെന്ന്. ഞാൻ പറഞ്ഞിരുന്നില്ലേ ആദ്യം അവനെ കിട്ടിയത് എൻ്റെ കയ്യിലാണെന്നുള്ളത്. അപ്പോഴത്തേക്കും നന്ദയുടെ ഭയങ്കരമായിട്ടിരിക്കുക. അപ്പോൾ ഭോപ്പാലിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ അവൻ്റെ കുറേ ചിത്രങ്ങൾ എടുപ്പിച്ചിരുന്നു എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ നന്ദ അങ്ങനെ ആകെ നെർവസായി. നന്ദ ഇങ്ങനെ തളർന്നിങ്ങനെ പോയി. അതുപോലെ ഗൗതം എൻ്റെ കയ്യിലും മാത്രമല്ല കോൺവെൻ്റ് റെക്കോർഡ്സിലും അവൻ്റെ ചിത്രങ്ങൾ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴും നന്ദയ്ക്ക് തൻ്റെ കുഞ്ഞിനെ പെട്ടെന്ന് അങ്ങ് മനസ്സിലായി. ഏബൽ എന്ന പേരില അതൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതെന്ന് മാത്രമെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നന്ദ ഇങ്ങനെ വാ പൊത്തിപ്പിടിച്ച് ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി അവരുടെ കുഞ്ഞാണ് അതെന്നുള്ളത്. അപ്പോഴേക്കും മഹേശ്വരൻ ഓടി ഇറങ്ങി വന്നിട്ട് മദറെ നിങ്ങൾക്ക് ആ കുഞ്ഞിനെ എവിടുന്നാണ് കിട്ടിയെന്ന് ചോദിച്ചു. അപ്പോൾ അതൊരു കഥയാ. കോൺവെൻറ്റിൻ്റെ അടുത്ത് താമസിച്ചിരുന്ന കരുണ ശാന്തമ്മ എന്ന 2 പേരുള്ള ദമ്പതികളാണ് ഒരു രാത്രി കുഞ്ഞുമായി എന്നെ തേടി വന്നതെന്നും പറഞ്ഞുകൊണ്ട് കാര്യങ്ങളെല്ലാം നമ്മുടെ മദർ പറയൂ കേട്ടോ. അങ്ങനെ അന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. ആരോ ഉപേക്ഷിച്ച് കളഞ്ഞ കുഞ്ഞാണെന്നാണ് കരുതിയതെന്നും അവൻ്റെ കാലിൽ പരിക്കുകളും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ നന്ദ ഇങ്ങനെ നെഞ്ചിൽ കൈവച്ചിങ്ങനെ ഭയങ്കര കരച്ചിൽ. ബാക്കിയുള്ളവരെല്ലാവരും ഇങ്ങനെ വല്ലാതായിട്ട് നിൽക്കുക. കൊച്ചിയുടെ ജീവൻ്റെ സുരക്ഷയെ കരുതി ഞാൻ ഈ കാര്യം പോലീസിൽ അറിയിച്ചില്ല എന്ന കാര്യങ്ങളും നമ്മുടെ മേഡം പറഞ്ഞു. ഇഷ്ടമല്ലാത്ത മാതാപിതാക്കൾക്ക് ജനിച്ചതാണെങ്കിൽ ആർക്കും അവനെ തിരികെ ഏൽപ്പിക്കണ്ട എന്ന് കരുതുകയായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഗൗതം നന്ദയെ ഒരു നോട്ടം. അങ്ങനത്തെ നമ്മുടെ നന്ദ കണ്ണ് തുറച്ചു പിടിച്ചിങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക. ആ ഒരു എന്താ പറയുന്ന ഒരു അന്താളിപ്പോടെ. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞ് അറിയുന്നത് ഒരു ബസ് കൊക്കയിലേക്ക് മറിഞ്ഞെന്നും അതിൽ നിന്ന് തെറിച്ച് പുല്ലിൽ വീണതാണ് ഈ കുട്ടിയെന്നും എന്നിങ്ങനെ അറിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ അവരൊക്കെ വാ പൊത്തിപ്പിടിച്ചിങ്ങനെ നിൽക്കുക. നന്ദയ്ക്ക് തല ഇറങ്ങാൻ തുടങ്ങി. അപ്പോഴേക്കും എല്ലാ വിവരങ്ങളും നമ്മുടെ സിസ്റ്ററാമ്മ ഇവരോട് പറഞ്ഞു. നന്ദ ഇങ്ങനെ തളർന്ന് വീഴാൻ പോവുക. ബസ്സിനുള്ളിൽ യാത്ര ചെയ്തിരുന്ന എല്ലാവരും കൊല്ലപ്പെട്ടിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ സിസ്റ്ററാമ്മ പറയുക കേട്ടോ. ഇവർക്ക് ആർക്കും ഒരു വാക്കുപോലും ഇല്ല പറയാൻ. എങ്കിലും ഈ കുഞ്ഞിനെക്കുറിച്ചുള്ള വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ അന്വേഷിച്ച് ജനിച്ച 1 മാസം പ്രായമായ കുഞ്ഞ് അതിൻ്റെ അമ്മ അളകനന്ദ എന്ന ഒരു സ്ത്രീയും മരിച്ചവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ
നമ്മുടെ അമ്മ, അതായത് സിസ്റ്ററമ്മ പറയുക, ഗൗതവും നന്ദയും അതുപോലെ പിങ്കിയും ലക്ഷ്മിയും മഹേശ്വരനൊക്കെ ഇങ്ങനെ അയ്യോ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ ഒരു ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു ആ നിമിഷം. കത്തി തീർന്ന ബസ്സിനുള്ളിൽ കുഞ്ഞുണ്ടെന്നുള്ള ധാരണയിൽ മരണവിവരങ്ങൾ പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചതാവും. പക്ഷേ അതറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഭോപ്പാലിൽ ചെന്നിരുന്നു എന്നുള്ള കാര്യങ്ങളും ഈ സിസ്റ്ററമ്മ പറയുക. അങ്ങനെ ഇവർക്ക് ആർക്കും അത് ഒന്നും പറയാൻ പറ്റാത്തായി. പിന്നെയാണ് അവൻ 1 വർഷത്തോളം അവിടെ ഓർഫണേജിൽ കഴിഞ്ഞതും ആ കുഞ്ഞിനെ നിങ്ങൾ അഡോപ്റ്റ് ചെയ്തതും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ സിസ്റ്ററമ്മ പറയുമ്പോൾ ഉണ്ടല്ലോ, എന്ത് പറയണമെന്നറിയുന്നില്ല. പെട്ടെന്ന് നമ്മുടെ നന്ദയുടെ ശരീരം കുഴഞ്ഞ് നന്ദ വീഴാനായിട്ട് ഇങ്ങനെ പോവുക. ആ സമയത്ത് നന്ദയ്ക്ക് പെട്ടെന്ന് ആഘാതം താങ്ങാൻ പറ്റാതെ പോയി. അപ്പോഴേക്കും എന്ത് പറ്റി എന്ന് നമ്മുടെ സിസ്റ്റർമ്മ ചോദിക്കുമ്പോൾ, സിസ്റ്ററെ അന്ന് ആ ബസ്സിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ആ കുഞ്ഞിൻ്റെ അമ്മയാണിതെന്നുള്ള കാര്യം പറയുക നമ്മുടെ മഹേശ്വരൻ. ഡോക്ടർ നന്ദ എന്ന അളകനന്ദ എന്നിങ്ങനെ പറയുമ്പോൾ പിങ്കിയുടെ ഉള്ളതെല്ലാം തീർന്നു. പിങ്കി ഇങ്ങനെ മാറി നിൽക്കുവാണ്. ആ കുഞ്ഞിൻ്റെ അച്ഛനെ എൻ്റെ മോൻ ഗൗതം തന്നെയാണെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ മഹേശ്വരൻ പറയുമ്പോൾ ആ സിസ്റ്റർമാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. സ്വന്തം മോനെ തന്നെ അഡോപ്റ്റ് ചെയ്ത് ഇത്രയും കാലം മനസ്സിലാക്കാതെ പോയല്ലോടെ എൻ്റെ പൊന്നു മോനെയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹേശ്വരൻ ഇങ്ങനെ പറയുന്നു. നന്ദ ഇങ്ങനെ കുഴഞ്ഞു വീണുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ആ ഒരു സമയത്ത് ഞാനിത് എങ്ങനെ വിശ്വസിക്കുമെന്ന് പറയാം. അപ്പം ഇത് ഈശ്വരൻ്റെ ഒരു നിയോഗമാണെന്നൊക്കെ ഇങ്ങനെ നേരെ നമ്മുടെ സിസ്റ്റർമ്മ അവിടെ നിന്ന് പറഞ്ഞു. അപ്പോൾ സരോഗസി വഴിയാണ് അവൻ ജനിച്ചതെന്നും അവനെ പ്രസവിച്ചത് ആ നിൽക്കുന്ന അമ്മയാണെന്നും പറഞ്ഞ് പിങ്കിയും കാണിച്ചു കൊടുത്തു. എന്തൊരു അതിശയം എൻ്റെ ഈശ്വരൻ നടക്കുന്നത്. അപ്പോൾ ഇനിയും എവിടെയോ എന്തൊക്കെയോ കലങ്ങി തെളിയാനുണ്ടെന്ന് പറഞ്ഞ് അവർ കാര്യങ്ങളെല്ലാം പറയുന്നു. നമ്മുടെ നന്ദ എന്നേരത്തേക്ക് നന്ദൂട്ടൻ്റെ അടുത്തേക്ക് കയറി ഓടി. ഈ സമയത്ത് എല്ലാവരും ഇങ്ങനെ ആ ഒരു നിൽക്കുമ്പോൾ ദൈവങ്ങൾക്ക് നന്ദി പറഞ്ഞ് ആ സിസ്റ്റർമാർ അവിടെ നിന്ന് പോകുക. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ക്ലൈമാക്സ് എപ്പിസോഡുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്യാതെ കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.